പത്തനംതിട്ടയിൽ അഭിമാനകരമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെച്ച് എൻ.ഡി.എ. സമീപഭാവിയിൽ മണ്ഡലത്തിൽ വൻ മുന്നേറ്റം നടത്താൻ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച എൻ.ഡി.എയുടെ പ്രകടനം. 2019 സീനിയർ നേതാവായി കെ സുരേന്ദ്രൻ 2,97,396 വോട്ട് നേടിയതാണ് മണ്ഡലത്തിൽ എൻ.ഡി.എയുടെ മികച്ച പ്രകടനം. 28.95 വോട്ടിംഗ് ശതമാനത്തിലേക്കും 2019 എൻ.ഡി.എയുടെ ഗ്രാഫ് ഉയർന്നു. ഈ നേട്ടത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതല്ല ഇത്തവണത്തെ വോട്ട് നിലയും. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയെങ്കിലും എൻ.ഡി.എയുടെ വോട്ടിംഗ് ശതമാനത്തിൽ മുൻതവണത്തേക്കാൾ കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ല. അനിൽ ആന്റണി ഇത്തവണ നേടിയത് 25% വോട്ട്. 2014 ആറന്മുള സമരവും 2019 ശബരിമല വിഷയവും മണ്ഡലത്തിൽ എൻ.ഡി.എക്ക് അനുകൂല ഘടകങ്ങളായി വർത്തിച്ചുവെങ്കിൽ ഇത്തവണ മണ്ഡലാനുകൂലമായി എടുത്തു പറയാനൊന്നുമില്ല. എന്നിട്ടും വോട്ട് നിലയിൽ കാര്യമായ ഇടിവുണ്ടായില്ല എന്നത് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ വൈര്യ പ്രചാരണങ്ങളോ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്തി. അനിൽ ആന്റണി മണ്ഡലത്തിൽ പുതുമുഖമെന്നതായിരുന്നു എതിർചേരിയിലുള്ളവരുടെ പ്രധാന ആരോപണം. തൊട്ടുപിന്നാലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്കെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ വ്യക്തിയധിക്ഷേപ ആരോപണങ്ങളും തുറത്തുവിട്ടു. ഇത്തരം പ്രചാരണങ്ങളോട് പൊരുതിയുള്ളതായിരുന്നു അനിൽ ആന്റണിയുടെ മികച്ച പ്രകടനം. ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും സ്വീകാര്യതയുടെ പ്രതിഫലനമായ പൊളിറ്റിക്കൽ വോട്ടായി ഇത്തവണത്തെ വോട്ട് നിലയെ വിലയിരുത്തിയാൽ സമീപഭാവിയിൽ മണ്ഡലത്തിൽ എൻ.ഡി.എക്ക് വൻ നേട്ടം സാധ്യമാകുമെന്നാണ് പ്രവർത്തകർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും. ജനം, പത്തനംതിട്ട.